നമസ്തേ. ദില്ലി ജന്തർ മന്ദറിൽ ദിവസങ്ങളായി അരങ്ങേറിയത് വിദ്യാർത്ഥി സമരമോ അതോ രാജ്യതലസ്ഥാനത്തെ സ്തംഭിപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണോ? പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ തലസ്ഥാനത്ത് വലിയ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നീക്കമെന്ന ആരോപണങ്ങൾ ശക്തമാകുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച് പിന്നോട്ടില്ല എന്ന വെല്ലുവിളിയുമായി രംഗത്തെത്തിയ അഭിജിത്ത് ദീപ്കെ എന്നാൽ ചർച്ചകളിൽ യാതൊരു തീരുമാനവും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സമരം അവസാനിപ്പിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച സമരക്കാരെ ദില്ലി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും തടഞ്ഞു. ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും നടന്നതോടെ പ്രതിഷേധ വേദി യുദ്ധകളമായി മാറി. ഇതിനിടെ ജന്തർ മന്ദറിന് സമീപത്ത് നിന്ന് കല്ലുകൾ നിറച്ച ട്രക്ക് കണ്ടെത്തിയതും പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തലസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢനീക്കമായിരുന്നോ ഇതെല്ലാം, അതോ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമായിരുന്നു? ദില്ലിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടന്ന സംഭവ വികാസങ്ങളുടെ പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ദില്ലി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് താൽക്കാലിക ശമനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച പശ്ചാത്തലത്തിൽ തലസ്ഥാന നഗരിയെയും പാർലമെന്റ് നടപടികളെയും ബോധപൂർവ്വം സ്തംഭിപ്പിക്കാൻ ശ്രമിച്ച കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഒടുവിൽ തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ജന്തർ മന്ദറിലെ ക്രമസമാധാനം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സ്വീകരിച്ച നിയമപരമായ നടപടികൾക്കെതിരെയും കോടതി ഉത്തരവ് പ്രകാരം സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതിയും രാഷ്ട്രീയവൽക്കരിക്കാനും വേണ്ടിയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ദീപ്കെ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയത്. എന്നാൽ ദില്ലി പോലീസിന്റെ ശക്തമായ സുരക്ഷാ കോട്ടയും കനത്ത നിയന്ത്രണങ്ങളും കാരണം തങ്ങൾ ആസൂത്രണം ചെയ്ത ചലോ സൻസദ് മാർച്ച് പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് മുഖം രക്ഷിക്കാനായി സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ വൻ ജനക്കൂട്ടത്തെ അണിനിരത്തി തലസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കാനായിരുന്നു CJPയുടെ നീക്കം. ഇതിനായി ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ദീപ്കെ തുടർച്ചയായി നടത്തിയിരുന്നു. എന്നാൽ ന്യൂദില്ലി ജില്ലയിലുടനീളം BNS സെക്ഷൻ 163 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പോലീസ് അനാവശ്യമായി ഒത്തുകൂടിയ സമരക്കാരെ കർശനമായി തടയുകയും പലരെയും കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തു. മാർച്ച് നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള വൻ ഭവിഷ്യത്തുകളെക്കുറിച്ചും ദില്ലി പോലീസ് നൽകിയ മുന്നറിയിപ്പുകളും CJPക്ക് കനത്ത തിരിച്ചടിയായി. ഇതോടെ ജന്തർ മന്ദറിൽ തമ്പടിച്ച് കേന്ദ്ര സർക്കാരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഇവരുടെ തന്ത്രങ്ങൾ പാളുകയായിരുന്നു. ഇതിനിടയിലും കേന്ദ്ര സർക്കാർ തങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നു എന്ന രീതിയിലുള്ള വലിയ അവകാശവാദങ്ങളുമായി CJP വക്താക്കൾ രംഗത്ത് വരികയും ചെയ്തു. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ഭരണകൂടം കാണിച്ച ഉദാരതയെ തങ്ങളുടെ വലിയ രാഷ്ട്രീയ വിജയമായി ചിത്രീകരിക്കാനാണ് സംഘടനയുടെ വക്താവ് സൗരവ് ദാസ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി JP നഡ്ഡയുമായി ചർച്ച നടത്താൻ തങ്ങൾ പോവുകയാണെന്ന് എക്സിലൂടെ CJP അവകാശപ്പെട്ടു. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങളെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം താൽക്കാലിക കൂട്ടായ്മകളുടെ സമ്മർദ്ദങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങില്ലെന്നും കേവലം ചർച്ചകളുടെ പേരിൽ ദീപ്കെ നിരാഹാരം അവസാനിപ്പിച്ചത് ഇവരുടെ സമരത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും പൊതുവിമർശനം ഉയർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പബ്ലിസിറ്റിക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ദീപ്കയും കൂട്ടരും ദില്ലിയിൽ നാടകം കളിച്ചെന്ന ആക്ഷേപം ഇതോടെ ശക്തമായിരിക്കുകയാണ്. അതിനിടെ നിരോധനം ലംഘിച്ച് പാറ്റ പാർട്ടി നടത്തിയ സമരത്തിന് നേരെ ലാത്തി ചാർജ് നടത്തി ദില്ലി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. അനുമതി തേടാതെയായിരുന്നു CJP പാർലമെന്റ് മാർച്ച് നടത്തിയത്. മാർച്ച് അക്രമാസക്തമാകുമെന്ന് കണ്ടതോടെയാണ് ലാത്തി ചാർജ് നടന്നതെന്നാണ് സൂചന. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അടിഭയന്ന് ഓടുന്ന പാറ്റകളുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പാർലമെന്റിന്റെ മൺസൂൺ സെഷന് മുന്നോടിയായി പോലീസും സുരക്ഷാ സേനയും അതീവ ജാഗ്രതയിലായിരുന്നു. കൂടാതെ സുരക്ഷാ കാരണങ്ങളാൽ ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ രാജീവ് ചൗക്ക്, ജൻപത്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാ തീർത്ഥ മെട്രോ സ്റ്റേഷനുകൾ തിങ്കളാഴ്ച അടച്ചിട്ടു. ദില്ലിയിൽ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ശക്തമായതോടെ തലസ്ഥാന നഗരത്തിൽ സംഘർഷമുണ്ടായി. ജന്തർ മന്ദറിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുകയും സമരക്കാർ പാർലമെന്റിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് സമരക്കാരുടെ നീക്കം തടഞ്ഞു. പോലീസ് ലാത്തിചാർജ് നടത്തുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിനടുത്തും പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രസ് ക്ലബ് പരിസരത്ത് സംഘർഷാവസ്ഥയുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി. സമരപ്പന്തലായ ജന്തർ മന്ദറിൽ നിന്ന് സമരക്കാരെ പോലീസ് അടിച്ചോടിച്ചു. സോനം വാങ്ചുക് അടക്കമുള്ളവർ സമരം ചെയ്ത വേദിയാണ് പോലീസ് പൊളിച്ചു മാറ്റിയത്. ലാത്തിചാർജ് നടത്തിയും ടിയർ ഗ്യാസ് പ്രയോഗിച്ചുമാണ് സമരക്കാരെ നീക്കിയത്. സമരപ്പന്തലിലെ ഷീറ്റുകളടക്കം പൊളിച്ചു മാറ്റി. പ്രദേശമാകെ ദ്രുതകർമ്മ സേനയും വിന്യസിച്ചു. തുടർന്ന് പാർലമെന്റ് ഗേറ്റുകൾ അടച്ച് സുരക്ഷ കൂട്ടിയിരുന്നു. സമരം കടുത്തതോടെ ദില്ലിയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. മെട്രോ സ്റ്റേഷനുകളിലും പ്രതിഷേധവുമായി CJP പ്രവർത്തകർ എത്തിയതോടെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. സമരം കടുത്തതോടെ പാർലമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അമിത്ഷായെ കാണുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു.
ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം. പാർലമെന്റിലും വിഷയത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷ ബഹളം കൂടുതൽ ശക്തമായതോടെ ലോക്സഭ 2:30 വരെ നിർത്തിവെച്ചു. ഇരുസഭകളും ഇന്ന് 4 തവണ നിർത്തിവെച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റ് നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ CJPയുടെ മാർച്ച് പോലീസ് തടഞ്ഞതോടെ യുദ്ധക്കളമായി മാറിയിരിക്കുകയായിരുന്നു ജന്തർ മന്ദർ. സമരം ചെയ്യുന്ന CJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പോലീസും സമരക്കാരുമായി സംഘർഷം ഉടലെടുത്തു. എന്നാൽ പ്രതിഷേധ മാർച്ചിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് CJP. കനത്ത മഴയും സുരക്ഷയും ഉണ്ട്, എന്നാൽ ഇതൊന്നും പാറ്റകളെ ഇന്ന് തടസ്സപ്പെടുത്തില്ല എന്ന് CJP എക്സ് പോസ്റ്റിൽ അറിയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് ഇപ്പോഴും ദില്ലി നഗരം. 300-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സംഭവസ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. 25 ബറ്റാലിയൻ കേന്ദ്രസേനയും സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി കമ്മീഷണർ, അഡീഷണൽ DCP റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സാഹചര്യം നേരിട്ട് നിരീക്ഷിക്കുകയാണ്. എന്നാൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകുമായി ചർച്ചയ്ക്കുള്ള നിർദ്ദേശം ഇതുവരെ സർക്കാർ അംഗീകരിച്ചില്ല. പാറ്റ പാർട്ടിയുടെ പാർലമെന്റ് സമരത്തിന് മുന്നോടിയായി ജന്തർ മന്ദറിന് സമീപത്ത് നിന്ന് കല്ലുകൾ നിറച്ച ട്രക്ക് കണ്ടെത്തി. ജന്തർ മന്ദറിലും സമീപ പ്രദേശങ്ങളായ ജൻപത് പട്ടേൽ ചൌക്ക്, രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ത് മെട്രോ സ്റ്റേഷനുകളിലും നിരോധനാജ്ഞ നിലവിലുണ്ട്. ഇത് ലംഘിച്ചായിരുന്നു പാറ്റകളുടെ മാർച്ച്. അതിനു പിന്നാലെയാണ് കല്ലുകൾ നിറച്ച ട്രക്ക് കണ്ടെത്തിയത്. ദില്ലിയിൽ കലാപം സൃഷ്ടിക്കുകയാണ് പാറ്റ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അടക്കം വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയത്. മുൻപ് CAA വിരുദ്ധ കലാപങ്ങൾ നടന്നപ്പോഴും ഇത്തരത്തിൽ കല്ലുകൾ കണ്ടെത്തിയിരുന്നു. ഇതാണ് കലാപകാരികൾ പോലീസിനെതിരെയുള്ള ആയുധമാക്കി മാറ്റിയത്. ഇന്നും സമാനമായ രീതിയിലുള്ള കലാപമാണ് ലക്ഷ്യമിട്ടെന്ന് വ്യക്തമാണ്. ഇവർക്ക് പിന്നിൽ ഇന്ത്യ സഖ്യമാണെന്നുള്ളതിന് തെളിവുകൾ പുറത്തുവന്നു. എന്നാൽ നീക്കം പൊളിഞ്ഞതോടെ ട്രക്കുമായി തങ്ങൾക്ക് ബന്ധമൊന്നുമില്ലെന്നും ഇത് പോലീസുകാർ കൊണ്ടുവന്നതാണെന്ന വിചിത്രവാദവുമാണ് ദീപ് കെ ഉന്നയിച്ചത്. അതേസമയം പാറ്റകൾക്ക് പിന്തുണയുമായി എത്തിയ MP ഡിംപിൾ യാദവിനെ കസ്റ്റഡിയിലെടുത്തുവെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ഡിംപിൾ യാദവിനെയും മറ്റ് SP MPമാരെയും കസ്റ്റഡിയിലെടുത്തതും വിദ്യാർത്ഥികൾക്കെതിരെ ലാത്തിചാർജും അങ്ങേയറ്റം അപലപനീയവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞു. അതേസമയം സോനം വാങ്ചുകിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് ഭാര്യ ഗീതാഞ്ജലി ആഗ്മോ. അവർ നൽകിയ ഹർജിയിൽ ദില്ലി ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല. ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേന്ദ്രത്തിന് വിശദീകരണം തേടി നോട്ടീസ് നൽകുകയായിരുന്നു. നിലവിൽ സഫ്ദർജംഗ് ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിരാഹാര സമരവും പാർലമെന്റ് മാർച്ചും അവസാനിച്ചെങ്കിലും ദില്ലിയിൽ ഉയർന്ന രാഷ്ട്രീയവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സമരം അവസാനിപ്പിക്കാൻ ദീപ് കെ നിർബന്ധിതനാക്കിയത് പോലീസ് സുരക്ഷയുടെയും നിയന്ത്രണങ്ങളുടെയും ശക്തിയാണോ, അതോ ചർച്ചകളിലൂടെ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടമായിരുന്നോ, അതോ രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള സമര നാടകമായിരുന്നോ? എന്തുതന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും ലഭിക്കാൻ നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.